ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഓണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഭക്ഷ്യമന്ത്രിയെ കാണാൻ ഞാൻ പോയി. ഭക്ഷ്യമന്ത്രിയെ കാണാൻ പോയത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ നമുക്കാവശ്യമായ അരി ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നാൽ നമ്മളിവിടെ രാജ്യത്തെ സമ്പത്തിൻ്റെ ഒരു വലിയ മേഖല എടുത്തു നോക്കിയാൽ നാണ്യവിളകളുടെ ഉൽപ്പാദനം, ഗ്രാമ്പുവാണെങ്കിലും കുരുമുളകാണെങ്കിലും റബ്ബറാണെങ്കിലും അതുപോലെ ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം നന്നായി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതിലൂടെ രാജ്യത്തിൻ്റെ സമ്പത്തിൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് കേരളത്തിലെ കൃഷിക്കാരും കേരളവും നിർവഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമായ അരി, നമ്മൾ കഴിക്കുന്നത് അരിയും ഗോതമ്പുമാണല്ലോ, അതിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ പുറകിലാണ്. നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ പ്രകൃതിയും നമ്മുടെ ഭൂമിയുടെ ഘടനയും അനുസരിച്ച് എത്ര വിചാരിച്ചാലും നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദനത്തിലെത്താൻ കഴിയില്ല. നമ്മളെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അരി പൂർണ്ണമായും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചമ്പാവരി വർഷങ്ങളായി ഇപ്പോൾ ചമ്പാവരി ലഭിക്കുന്നത്. പിന്നെ ചമ്പാവരി കടയിൽ പോയി കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റൂ. പാവപ്പെട്ട കുടുംബത്തിന് പച്ചരി വാങ്ങിച്ചോ ചാക്കരി വാങ്ങിയോ പോകേണ്ടുന്ന അവസ്ഥയാണ്, വില കുറവായതുകൊണ്ട്. ചമ്പാവരിക്ക് വലിയ വിലയായതുകൊണ്ട് കണ്ടുപോകാനേ കഴിയും. ഇന്ന് കേരളത്തിലെ റേഷൻ കടകളിലൂടെ ചമ്പാവരി നമുക്ക് സൗജന്യമായും 10-90 ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കാവശ്യമായ അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അത് എടുത്തു പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് വെള്ളക്കാർഡിനും നീലക്കാർഡിനും വിലയ്ക്കാണ് അരി തരുന്നത്. ആ വിലയ്ക്ക് ഒരു 5 കിലോ അരി കൂടി ഒരു കാർഡിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അധികമായി അനുവദിക്കണം. ഓണമാണ്, ദേശീയ ഉത്സവമാണ്. കേന്ദ്രമന്ത്രി ഭക്ഷ്യമന്ത്രി എന്നോട് പറഞ്ഞത് ഒരു സാധ്യതയുമില്ല. അദ്ദേഹം പറഞ്ഞത് 1 മണി അരി പോലും നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നോടൊപ്പം കേരളത്തിലെ എംപിമാരും കേന്ദ്രമന്ത്രിയെ കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് എംപിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി ഞാനും പറഞ്ഞു, വീണ്ടും നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കണം, വീണ്ടും പാർലമെൻറ്റിൽ ഈ ആവശ്യം ഉന്നയിക്കണം. കേരളത്തിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യമാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. മലയാളി പൂർണ്ണമായിട്ടും റേഷൻ കടയെ ആശ്രയിക്കുന്നവരാണ്, പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിക്കുന്നവരാണ്. ഓണക്കാലത്ത് മാർക്കറ്റിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ റേഷൻ കടകളിലൂടെ യഥേഷ്ടം നമുക്ക് അരി കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ വലിയ വില കൊടുത്ത് അരി വാങ്ങേണ്ടുന്ന അവസ്ഥ ഈ ഉത്സവനാളിൽ വരും. എംപിമാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് അംഗീകരിച്ച് പാർലമെൻറ്റിൽ ഉന്നയിച്ചു. ഞാൻ അത് കഴിഞ്ഞ് പാർലമെൻറ്റ് സമ്മേളനത്തിന് പോയ എംപിയുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു വീണ്ടും. പക്ഷേ ഈ നിമിഷം വരെ 1 കിലോ അരി പോലും അധികമായി അനുവദിക്കാത്ത നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കാട്ടിയത് എന്നുള്ള കാര്യം ഇന്നലെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കണ്ണിൽ ചോരയില്ലാത്ത നിലപാടാണ് രാജ്യം ഭരിക്കുന്ന നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാട്ടിയത്. അതിൻ്റെ ഒരു വാശിയാണ് ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ ഏതു വർഷത്തെ കാലയളവിലും ഓണക്കാലത്ത് മലയാളിക്ക് കിട്ടിയ അരിയുടെ വിഹിതമുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന വാശിയാണ് ഈ ഗവൺമെൻറ് വെള്ളക്കാർഡുകാരന് 15 കിലോ എന്ന് പറഞ്ഞാൽ 10 കിലോ അരി ചമ്പാവരിയാണ്. 5 കിലോ അരി ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കും, കടയിലുള്ളതിൻ്റെ സ്റ്റോക്കിനനുസരിച്ച്. നീലക്കാർഡുകാരന് അവന് ലഭിക്കുന്ന 8 രൂപ 30 പൈസയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി 4 രൂപയ്ക്ക് കൊടുക്കുന്ന അരിക്ക് പുറമെ 10-90 10 കിലോ അരി കൂടി വാങ്ങിക്കാം. ഞാനിത് പറഞ്ഞത് മലയാളിയെ പട്ടിണി കിടക്കാതെ സംരക്ഷിക്കണമെന്ന വാശിയാണ്. അതാണ് ഗവൺമെൻറ് ആ നിലയിൽ ചിന്തിച്ചത്. എന്നു മാത്രമല്ല, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഈ കിട്ടുന്ന അരിക്ക് പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഓണത്തിന്. അവർക്ക് ലഭിക്കുന്ന 8 കിലോയ്ക്ക് പുറമെയാണ്. അങ്ങനെ വന്നാൽ ഒരു വെള്ളക്കാർഡുകാരന് 43 കിലോ അരി പരമാവധി 25 രൂപയ്ക്ക് 10-90 ആ നിലയ്ക്ക് വാങ്ങാൻ ഈ കേരളത്തിൽ ഓണക്കാലത്ത് അരിയുടെ
കുറവ് കൊണ്ട് ഒരാളിനും ഓണം ആഘോഷിക്കും